നാട്ടിൻപുറത്തെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് ബാലൻ മാഷ്. താനും ഭാര്യയും 2 മക്കളും അനിയനും അനിയത്തിയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിലെ അംഗം. ആ വലിയ കുടുംബത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു മുറിയിൽ മാനസിക നില തെറ്റിയിരിക്കുന്ന തൻ്റെ അമ്മാവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അകാലതയിലേക്ക് കാലിടറി വീഴുന്ന അമ്മാവിന് ശേഷം തലമുറയിലെ പുതിയ മാനസിക രോഗി എന്ന് മുദ്രകുത്തപ്പെടേണ്ടി വരുന്ന പാവം ബാലൻ മാഷിൻ്റെ കഥ തനിയാവർത്തനം. പരമ്പരാഗതമായി കൈമാറി വരുന്ന ഭ്രാന്ത് എന്ന അന്ധവിശ്വാസത്തെയാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. ഭ്രാന്തില്ലാത്തൊരു മനുഷ്യനെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്ന സമൂഹത്തെയാണ് സിനിമ തുറന്നു കാണിക്കുന്നത്. ലോഹിതദാസിൻ്റെ വേരുറപ്പുള്ള തിരക്കഥയും സിബി മലയിലിൻ്റെ ഡയറക്ഷനും കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ഇൻറ്റൻസ് പെർഫോമൻസും കൂടി ആകുമ്പോൾ കാഴ്ചക്കാരിൽ ഒരാളായി മാറുകയാണ് ബാലൻ മാഷ്. പ്രകടനങ്ങൾ കൊണ്ടും കഥാവൈരുദ്ധ്യം കൊണ്ടും മികച്ചു നിൽക്കുന്നു തനിയാവർത്തനം. തൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ വേളയിൽ അപരിചിതനും നിസ്സഹായനുമായി വരേണ്ടി വരുന്ന ബാലൻ മാഷ് ഇന്നും പ്രേക്ഷക മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. ഒരിക്കൽ ഉലകനായകൻ കമൽഹാസൻ പറഞ്ഞതുപോലെ, ഇത്രയും മികച്ച ചിത്രം ഒരിക്കൽ കൂടി കാണുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയും അസാധ്യമെന്ന്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ വേട്ടയാടുന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. ലോഹിതദാസിൻ്റെ തൂലികയിൽ പിറന്ന് സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത മലയാളത്തിൻ്റെ എക്കാലത്തെയും ക്ലാസിക് തനിയാവർത്തനം.